So once again, welcome back to Edu Mantra. So Calicut University BA Functional English inde ഇലക്ട്രോണിക് മീഡിയ 6ാം സെമസ്റ്റർ BA ഫങ്ഷണൽ ഇംഗ്ലീഷിൻ്റെ ഇലക്ട്രോണിക് മീഡിയ എന്ന് പറയുന്ന ഒരു പേപ്പറാണ്. നമുക്ക് ഈ സെമസ്റ്ററിലെ എല്ലാ പേപ്പേഴ്സും കോർ പേപ്പേഴ്സാണ്, എല്ലാം പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഒറ്റയൊന്നിനും യൂണിവേഴ്സിറ്റി സ്പെസിഫിക് ആയിട്ട് ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. നമുക്ക് ആകെ സിലബസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, യെസ്, നമുക്ക് ഏതായാലും ഈ ഒരു ടോപ്പിക്കിലേക്ക് നോക്കാം. നമ്മൾ ഇതിനകത്ത് തേർഡ് മൊഡ്യൂൾ ടെലിവിഷനെ കുറിച്ചുള്ളൊരു മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പിന്നെ ഈ റേഡിയോ പ്രോഗ്രാമിനെ പറ്റിയൊക്കെ നമ്മൾ കഴിഞ്ഞ മൊഡ്യൂൾ പഠിച്ചിട്ടുണ്ട്. നമുക്കിനി ടെലിവിഷൻ പ്രോഗ്രാംസിനെ കുറിച്ചൊന്ന് നോക്കാം. ഓക്കെ, ടെലിവിഷൻ പ്രോഗ്രാം പ്രൊഡക്ഷനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ബേസിക്കായിട്ട് പറഞ്ഞാൽ ഇതിനൊരു 3 ലെവൽസ് ഉണ്ട്, അല്ലെങ്കിൽ 3 എലമെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, അതിലൊന്ന് പ്രൊഡക്ഷൻ പ്രോസസ്സാണ്. ഓക്കെ, അതായത് ഏതൊരു പ്രോഗ്രാം ആയാലും അത് പ്രൊഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ചെയ്യണം. ഓക്കെ, അതിന് തന്നെ ആ പ്രൊഡക്ഷൻ പ്രോസസ്സിനെ നമ്മൾ 3ആയിട്ട് വിഭജിച്ചിട്ടുണ്ട്, അല്ലേ? പ്രീ പ്രൊഡക്ഷൻ, അതായത് നമ്മൾ പ്രീ പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ ആൻഡ് പോസ്റ്റ് പ്രൊഡക്ഷൻ. ഓക്കെ, പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വീഡിയോ എടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അതായത് നമ്മളൊരു ഫിലിം ആവട്ടെ അല്ലെങ്കിൽ ഒരു സീരിയൽ ആവട്ടെ, എന്തോ ആവട്ടെ, അത്തരത്തിലുള്ള എന്തോ ആവട്ടെ, അത് നമ്മൾ പ്രോഗ്രാം നമ്മൾ ഷൂട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്രീ പ്രൊഡക്ഷൻ എന്തായിരിക്കും? അപ്പം പ്രൊഡക്ഷൻ, ആ ഷൂട്ടിങ്ങിന് മുൻപുള്ള കാര്യങ്ങൾ. ഈ പ്രൊഡക്ഷൻ സമയത്താണ് ആക്ടിങ്ങും കാര്യങ്ങൾ, റെക്കോർഡിങ്ങും വീഡിയോ റെക്കോർഡിങ്ങും ഒക്കെ നടക്കുന്നത്. ഓക്കെ, ക്യാമറമാൻ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഈ പ്രീ പ്രൊഡക്ഷനിൽ എന്തായിരിക്കും നടക്കുക? സിമ്പിളായിട്ട് പറഞ്ഞാൽ പ്രീ പ്രൊഡക്ഷൻ സമയത്ത് നമുക്ക് ആ പ്രൊഡക്ഷൻ എങ്ങനെ വേണം, ഓക്കെ, അതിലെ കഥ ആദ്യം തീരുമാനിക്കും. നമ്മളൊരു പ്രോഗ്രാം ആണെങ്കിൽ, അതിനെ ഒരു സിനിമയാണെങ്കിൽ നമ്മൾ അതിൻ്റെ കഥ ആദ്യം സ്ക്രിപ്റ്റ് ചെയ്യും. കഥ എന്താണെന്നുള്ളത് കഥ എഴുതും. ഓക്കെ, കഥ എഴുതി അല്ലെങ്കിൽ കഥ തീരുമാനിക്കും. ഒരു സിനിമ ചെയ്യാനൊരു ഡയറക്ടർ തയ്യാറായാലും ഒരു പ്രൊഡ്യൂസർ തയ്യാറായാലും ഒരു ഡയറക്ടറെ പോയി കാണും. അവരുടെ കഥ ഫൈനലൈസ് ചെയ്യും. ആ കഥ അഭിനയിക്കാൻ പറ്റിയൊരു നടനെ നമ്മൾ തീരുമാനിക്കും, നടനെയും നടിയെയും തീരുമാനിക്കും, ക്രൂ തീരുമാനിക്കും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ടെലിവിഷൻ പ്രോഗ്രാം ആകുമ്പം അത് പലതരത്തിലുള്ള പ്രോഗ്രാംസ് ആവാം. അത് ഏത് പ്രോഗ്രാം ആണെങ്കിലും അതെങ്ങനെ നടക്കണം, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയണം, അതിൽ ആരെയൊക്കെ വിളിക്കണം, അല്ലെങ്കിൽ ആരൊക്കെ ആയിരിക്കും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ മുതൽ അത് എവിടെ വെച്ച് ഷൂട്ട് ചെയ്യണം, അത് സ്റ്റുഡിയോയിലിരുന്ന് ഷൂട്ട് ചെയ്യണോ അല്ലെങ്കിൽ ഔട്ട്ഡോർ ഷൂട്ടാണോ, അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് അതിന് ചെയ്യേണ്ടത്, ആ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതും സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും ഈ പറയുന്ന പ്രീ പ്രൊഡക്ഷനിലാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പ്രീ പ്രൊഡക്ഷനെ പിന്നെയും 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ട് വിഭജിച്ചിട്ടുള്ളത്. അതായത് ഒന്ന് കോൺസെപ്റ്റലൈസേഷനാണ്. ഓക്കെ, കോൺസെപ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുക. ഓക്കെ, എങ്ങനെ ചെയ്യാൻ തീരുമാനിക്കുക. അതിനകത്ത് എന്നിട്ട് ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം റിസർച്ച് ചെയ്യും. ആ കോൺസെപ്റ്റിന് നമ്മൾ എന്താണ് നമ്മുടെ ആ ഒരു ഐഡിയ നമ്മുടെ ഈ ഒരു കോൺസെപ്റ്റലൈസേഷനിലൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും. നമുക്ക് ഇപ്പം ഒരു ഡോക്യുമെൻ്ററിയാണ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചോളൂ. നമ്മളിപ്പം വേൾഡ് വാർ രണ്ടാം ലോക മഹായുദ്ധത്തിനെ കുറിച്ചൊരു ഡോക്യുമെൻ്ററി ചെയ്യുകയാണ്, അല്ലെങ്കിൽ പഴശ്ശിരാജയുടെ ജീവിതത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ചരമവാർഷികത്തോടനുബന്ധിച്ചിട്ടൊരു പ്രോഗ്രാം നമ്മൾ ചെയ്യുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ മഹാത്മാഗാന്ധിജിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷി ദിനത്തിൽ ഒരു ഡോക്യുമെൻ്ററി ചെയ്യുകയാണെങ്കിൽ ഒരു കോൺസെപ്റ്റ് നമുക്ക് അവിടെ കിട്ടി. ഓക്കെ, യെസ്, നമ്മൾ ഇന്ന കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിനെപ്പറ്റി റിസർച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമുക്ക് തോന്നുന്നതും അവിടെയും ഇവിടെയും തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ടെലിവിഷൻ പോലെയുള്ള മാസ് മീഡിയങ്ങളിലൊന്നും നമുക്ക് വിളിച്ചു പറയാൻ പറ്റില്ല. നമുക്ക് പറയുന്ന കാര്യങ്ങൾ അതിന് ആധികാരികമായിട്ടുള്ള കാര്യകാരണങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ട്, അല്ലേ? അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചാൽ റിസർച്ച് ചെയ്യും, അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യും. ഇപ്പം നമ്മൾ പഴശ്ശിരാജയെക്കുറിച്ചാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ റിസർച്ച് ചെയ്യും. നമ്മൾ ചരിത്ര ഗ്രന്ഥങ്ങൾ അപഗ്രഥിക്കും. നമ്മൾ ഹിസ്റ്റോറിക്കായിട്ടുള്ള പല കാര്യങ്ങളും, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രങ്ങൾ, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ അന്വേഷിക്കും. ഇപ്പം രണ്ടാം ലോക മഹായുദ്ധമാവട്ടെ, അപ്പം കാർഗിൽ യുദ്ധം, നമ്മുടെ ടോപ്പിക് എന്താണോ അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ റിസർച്ച് ചെയ്യും. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട ആളുകൾ നമ്മൾ പോയി കാണും. അങ്ങനെ നമ്മളൊരു കറക്റ്റായിട്ടുള്ളൊരു കാര്യം ഉണ്ടാക്കിയെടുക്കും. ഓക്കെ, എന്നിട്ട് ഈ കാര്യങ്ങൾ നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യും, ഒരു സ്ക്രിപ്റ്റാക്കി മാറ്റും. ഓക്കെ, ഈ സ്ക്രിപ്റ്റിങ്ങും കൂടെ കഴിഞ്ഞാൽ ബാക്കിയൊക്കെ പ്രൊഡക്ഷനാണ്. ഓക്കെ, പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളാണ്. അതിൻ്റെ കൂടെ തന്നെ അതൊക്കെ ഈ പറയുന്ന അതിനകത്ത് പ്രവർത്തിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സിനിമയാണെങ്കിൽ, സിനിമയോ സീരിയലോ ഒക്കെ ആവട്ടെ, അതാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫൺ പ്രോഗ്രാം ആവട്ടെ, ഇപ്പം നമ്മൾ ടെലിവിഷനിലൊക്കെ റിയാലിറ്റി ഷോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം
റിയാലിറ്റി ഷോയിലൊക്കെ ആകുമ്പം അതിനൊരു ജഡ്ജ് വേണം. ഓക്കെ, അപ്പം ഒരു മ്യൂസിക്കൽ പ്രോഗ്രാം ആണെങ്കിൽ ശരത്തേട്ടൻ വേണോ, അല്ലെങ്കിൽ എന്താണ് MG ശ്രീകുമാർ സർ വേണോ, അല്ലെങ്കിൽ ചിത്ര ചേച്ചി വേണോ, അല്ലെങ്കിൽ അനുരാധ മാം വേണോ എന്നൊക്കെ നമ്മൾ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടല്ലോ അല്ലേ, സുജാത മാം, അതുപോലെ AR റഹ്മാൻ, അങ്ങനെ ഒരുപാട് ആളുകളുണ്ടല്ലോ. ഇതിലാര് വേണം എന്നുള്ളത്. ഇനി നമുക്ക് രഞ്ജിനി ഹരിദാസിനെ കൊണ്ട് എന്ത് ചെയ്യണം, എന്താ പറയുക, ഈ ആങ്കറിങ് ചെയ്യിപ്പിക്കണോ, അല്ലെങ്കിൽ പേളിമാണി വേണോ, അല്ലെങ്കിൽ എന്താണ് രഞ്ജിനി ശ്രീകാന്ത് വേണോ, അല്ലെങ്കിൽ എന്താ പറയുക, സോറി അങ്ങനെ ഒരുപാട് ആളുകളുണ്ടല്ലോ അല്ലേ, ആശാചരത്തിനെ കൊണ്ട് ചെയ്യിപ്പിക്കണം, ആരെ കൊണ്ട് വേണം എന്നുള്ളത്. അല്ലെങ്കിൽ എന്താ പറയുക, RJ വിനോദ് വേണോ, അല്ലെങ്കിൽ RJ വിവേക് വേണോ, അല്ലെങ്കിൽ നെവിൻ വേണോ, ആര് വേണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ഈ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ഈ പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് ഈ 3 കാര്യങ്ങളാണ്. അതിനുശേഷം നമുക്ക് ഇതിനകത്തൊരു എലമെൻ്റ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ എക്യുപ്മെൻറ്റ്സ് ആണ്. ഒരു TV പ്രൊഡക്ഷനെ സംബന്ധിച്ചിടത്തോളം, സോറി പോസ്റ്റ് പ്രൊഡക്ഷൻ ഉണ്ടല്ലോ അല്ലേ. പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പം പ്രൊഡക്ഷന് ശേഷം അത് എഡിറ്റ് ചെയ്യുക, ടെലികാസ്റ്റ് ചെയ്യുക, കാര്യങ്ങളൊക്കെ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, പ്രൊഡക്ഷൻ എക്യുപ്മെൻറ്റ്സ് ആണ് ക്യാമറ, ലൈറ്റ്, ട്രൈപോഡ്, മൈക്രോഫോൺ, സൗണ്ട് സിസ്റ്റം പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അതുപോലെ പ്രൊഡക്ഷൻ പീപ്പിളാണ്. ഓക്കെ, പ്രൊഡക്ഷൻ പീപ്പിൾ എന്ന് പറയുമ്പോൾ ഡയറക്ടർ, ആക്ടർ, ആങ്കർ, അതുപോലെ മേക്കപ്പ് ആർട്ടിസ്റ്റ്, അതുപോലെ കോസ്റ്റ്യൂം ഡിസൈനേഴ്സ്, ആർട്ട് ഡയറക്ടേഴ്സ്, അങ്ങനെയുള്ള ആളുകളെക്കുറിച്ചൊക്കെയാണ് ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ പീപ്പിൾ എന്ന് പറയുന്നത്. ഈ 3 എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ടെലിവിഷൻ അല്ല, ഏതൊരു മൾട്ടിമീഡിയ പ്രൊഡക്ഷനിലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ടെലിവിഷൻ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ദർ ആർ 3 basic levels involved in the process of television production. Through this, we will be able to produce meaningful and effective program for television. Okay, അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ചാർട്ടിൽ കണ്ടതുപോലെ the production process, the production equipments, the production people. Okay, അതിൽ പ്രൊഡക്ഷൻ പ്രോസസ്സാണ്. ടെലിവിഷൻ പ്രോഗ്രാംസ് are produced in the studio using more than one camera or outdoors using normally one camera, and wherever be the location. The production process involved 3 stages such as pre-production, production and post-production. ഈ നമ്മൾ സ്റ്റുഡിയോയിൽ പ്രൊഡക്ഷൻ ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡോർ പ്രൊഡക്ഷൻ ചെയ്യുകയാണെങ്കിലും ഈ പറയുന്ന പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പം 3 എണ്ണം ഉണ്ട്. ഓക്കെ, ഈ 3 സ്റ്റേജസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ സ്റ്റേജസ് ആണ് കേട്ടോ, അതിൻ്റെ ഭാഗങ്ങളല്ല, സ്റ്റേജസ് ആണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജിൽ അത് നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതണേ. നിങ്ങൾ എക്സാമിന് വരുമ്പം ആദ്യം പ്രൊഡക്ഷൻ എഴുതി, പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ എഴുതി, പ്രീ പ്രൊഡക്ഷൻ ലാസ്റ്റ് ഒന്നും ആയി പോകരുത്. നിങ്ങൾ ഫസ്റ്റ് പ്രീ പ്രൊഡക്ഷനാണ്. ഏതൊരു മൾട്ടിമീഡിയ പ്രൊഡക്ഷനിലും ഫസ്റ്റ് നടക്കാൻ പോകുന്നത് പ്രീ പ്രൊഡക്ഷനാണ്. അതിന് ശേഷമാണ് പ്രൊഡക്ഷൻ നടക്കുക. ലാസ്റ്റ് പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കും. ഓക്കെ, യെസ്. ഇനി പ്രീ പ്രൊഡക്ഷൻ, it is the planning stage of a program. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ it is a planning stage of a program where all the details are finalized before the production begins. It is the process of planning and designing something such as a program prior to the production. Okay, pre-production begins once the project has been finalized. ഈ pre-production എന്ന് പറയുമ്പം നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മളിപ്പം ഇപ്പം ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ബെന്യാമിൻ സാറിൻ്റെ ആടുജീവിതം എന്ന് പറയുന്ന കഥ, അത് നമുക്ക് സിനിമയായിട്ടുള്ളൊരു സമയത്താണ്. ഓക്കെ, അപ്പം ഈ ആടുജീവിതം എന്ന് പറയുന്ന ഒരു കഥ യഥാർത്ഥത്തിൽ ഒരു വ്യക്തി, ബെന്യാമിൻ എന്ന് പറയുന്ന വ്യക്തി, ബെന്യാമിൻ തന്നെയല്ലേ റൈറ്റർ, തെറ്റാണെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. ഓക്കെ, അദ്ദേഹമാണെന്നാണ് എൻ്റെ ഓർമ്മ. യെസ്, ഞാൻ അത്ര ലിറ്ററേച്ചറിൽ അങ്ങനെ വായനാശീലമുള്ള ഒരാളൊന്നുമല്ല, സോ അതുകൊണ്ട് തെറ്റിപ്പോകുന്നതാണ്. അപ്പം അദ്ദേഹം അത് എഴുതുന്നു. എന്നിട്ട് നമ്മുടെ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന വ്യക്തി, അദ്ദേഹം തീരുമാനിക്കുകയാണ് ഈ സിനിമ നമുക്ക് സിനിമയാക്കാം, ഈ ഒരു കഥ നമുക്ക് സിനിമയാക്കാമെന്ന് തീരുമാനിച്ച് ഫൈനലൈസ് ചെയ്യുന്ന സമയം മുതൽ പ്രീ പ്രൊഡക്ഷൻ ആരംഭിക്കുകയാണ്. ഓക്കെ, അതിൽ ആരെ കൊണ്ട് അഭിനയിപ്പിക്കണം, അല്ലെങ്കിൽ ആരാണ് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ മുഴുവൻ, ഇത് ഈ ഒരു കഥ, ഒരു നോവൽ ഒരു സിനിമ സ്ക്രിപ്റ്റാക്കി മാറ്റുന്ന സ്ക്രിപ്റ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കോൺസെപ്റ്റ് നമുക്ക് ആടുജീവിതത്തെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഒരു ഏതൊരു സിനിമയായാലും അല്ലെങ്കിൽ ഏതൊരു പ്രോഗ്രാം ആയാലും ഈ രീതിയിലാണ് നടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ തുടങ്ങുകയാണ്. ആൻഡ് എൻഡ്സ് വിത്ത് വെൻ ദ
planning ends and the content start being produced. Okay, before shooting the program these stages involves, അതായത് ഈ നമ്മൾ പ്രീ പ്രൊഡക്ഷനിൽ അല്ലെങ്കിൽ ഈ ഷൂട്ടിംഗ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ തുടങ്ങുന്നതിന് മുൻപ് ഈ കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് കോൺസെപ്റ്റലൈസേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, റിസർച്ച് പറഞ്ഞു, നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ടൊന്ന് നിങ്ങളത് വായിച്ചു നോക്കുക. ഓക്കെ, കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സ്ക്രിപ്റ്റിംഗ്, ഈ കാര്യങ്ങൾ സ്ക്രിപ്റ്റിംഗ് തന്നെ സ്റ്റോറി സ്ക്രിപ്റ്റിംഗ് ഓർ സ്ക്രീൻ സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു സ്ക്രിപ്റ്റിംഗ് ഉണ്ട്. ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ്, അതായത് ഇപ്പോൾ നമ്മളൊരു കുക്കറി ഷോ ആണെങ്കിൽ അതിനകത്ത് കഥാംശമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ അതിനൊരു ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് തയ്യാറാക്കും. ഇന്ന സമയം അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യും. ഓക്കെ, അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് റൈറ്റിംഗ് സ്ക്രിപ്റ്റ് ഓർ സ്ക്രീൻ പ്ലേ ഫോർ എ മൂവി ഓർ എ പ്രോഗ്രാം. A specific script is written document that provides a roadmap for a film's production. Film എന്നുള്ളത് നിങ്ങൾ പ്രോഗ്രാം എന്നുള്ളതാക്കി മാറ്റുക. ഓക്കെ, ആൻഡ് ഇൻക്ലൂഡ്സ് എലമെൻറ്റ്സ് സച്ച് ആസ് സെറ്റിംഗ്, ക്യാരക്ടേഴ്സ്, ഡയലോഗ്സ്, സ്റ്റേജ് ഡയറക്ഷൻ കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പം നമ്മൾ അവസാനം നമ്മൾ പ്രൊഡക്ഷൻ തുടങ്ങുകയാണ്. അപ്പോൾ അതിനകത്ത് വരുന്ന കാര്യങ്ങൾ ആക്ച്വൽ പ്രൊഡക്ഷൻ പ്രോസസ് ബിഗിൻസ് വിത്ത് ദ ഷൂട്ടിംഗ് ആണ് യഥാർത്ഥത്തിൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒരു പ്രോഗ്രാം ആണെങ്കിൽ ആ പ്രോഗ്രാം അവർ അവതരിപ്പിക്കുന്ന ആളുകൾ അവരത് ചെയ്യും. അത് ഒരു സിനിമാറ്റോഗ്രാഫർ അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ വീഡിയോഗ്രാഫർ അത് ഷൂട്ട് ചെയ്യുന്നു. ഓക്കെ, ഷൂട്ട് ചെയ്യുന്നു. ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ടെക്നീഷ്യൻസ് സെറ്റ് ചെയ്തിട്ട് അതിൽ ഇപ്പോൾ ഒരു സിനിമയാണെങ്കിൽ അതിൽ അഭിനയിക്കുന്ന ആളുകൾ സീൻ ബൈ സീനായിട്ട് അഭിനയിക്കുന്നു. ഒരു കുക്കറി ഷോ ആണെങ്കിൽ അതിൽ കുക്ക് ചെയ്യുന്ന ആളുകൾ കുക്ക് ചെയ്യുന്നു. എന്താണോ ആ പ്രോഗ്രാം അത് അതിലുള്ള ആളുകൾ അത് അവർ ചെയ്യുന്നു, അത് ഷൂട്ട് ചെയ്യുന്നു. ഓക്കെ, അതാണ് ഈ പറയുന്ന പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഷൂട്ടിംഗ് എന്ന് പറയുന്നത്. ബിഫോർ ഷൂട്ടിംഗ് സ്റ്റാർട്ട്സ് ലൈറ്റിംഗ് ടെക്നീഷ്യൻസ് അഡ്ജസ്റ്റ് ദ ലൈറ്റ് ഫോർ ദ ബെറ്റർ വിഷ്വൽ ക്വാളിറ്റി. ഓക്കെ, ഇനി പോസ്റ്റ് പ്രൊഡക്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, നമ്മൾ എല്ലാം ഡിസ്കസ് ചെയ്തു. പോസ്റ്റ് പ്രൊഡക്ഷൻ ആഫ്റ്റർ ഷൂട്ടിംഗ് ഈസ് ഓവർ ദ വിഷ്വൽസ് ആർ അസംബിൾഡ് ആൻഡ് are visible to ensure the clarity and the missing parts. Okay, it is in its final stage, the film production or the program production, where the editing of audio and visual materials takes place. Okay, editing നടക്കുന്നു. The post production process involves the cutting. Editors assemble footages shot by shot and put in order accordance the shots list. അത് നമ്മൾ ഒരു സിനിമയാണെങ്കിലും ഒക്കെ ഓരോ ഷോട്ടുകൾ കഥയ്ക്ക് അനുസരിച്ച് നമ്മൾ തയ്യാറാക്കും. ഓക്കെ, നിങ്ങളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ടെക്നിക്കലി നിങ്ങൾ മുന്നോട്ട് പോകണ്ട, നിങ്ങൾക്ക് ജസ്റ്റ് കാര്യം മനസ്സിലായാൽ മതി. ഓക്കെ, ആഡിങ് മ്യൂസിക്, ആഡിങ് സൗണ്ട്, മിക്സിങ് സൗണ്ട് ആൻഡ് ആഡിങ് അനദർ എഫക്ട്സ്. ഓക്കെ, VFX പോലെയുള്ള സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ടെലിവിഷനിലാണെങ്കിൽ ടെലികാസ്റ്റിംഗ് ആവട്ടെ, റീടെലികാസ്റ്റിംഗ് ആവട്ടെ, കാര്യങ്ങൾ ഉൾപ്പെടെ ഒരു സിനിമ പോലെയുള്ള മാധ്യമങ്ങളാണെങ്കിൽ പാട്ട് പോലെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഉൾപ്പെടെ പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ ഭാഗമാണ്. ഇനി പ്രൊഡക്ഷൻ എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഞാൻ അധികമൊന്നും പറയുന്നില്ല. പ്രൊഡക്ഷൻ എക്യുപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ എക്യുപ്മെൻറ്റ്സ് ഈസ് ദ എക്യുപ്മെൻറ്റ് യൂസ്ഡ് ഇൻ ഫിലിം മേക്കിംഗ് പ്രോസസ് ഓർ പ്രൊഡക്ഷൻ പ്രോസസ്, also known as principal photography. It includes the camera, actors and location license ഒക്കെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രൊഡക്ഷൻ പീപ്പിളും നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാൻ അതൊന്നും എംഫസൈസ് ചെയ്തിട്ട് കൊടുക്കുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് ടെലിവിഷൻ പ്രോഗ്രാം ഫോർമാറ്റ്സ് ആണ് നമുക്ക് നോക്കാനുള്ളത്. അത് അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ താങ്ക് യു വൺസ് അഗെയിൻ ഫോർ വാച്ചിങ് എജ്യു മന്ത്ര. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയുള്ള വീഡിയോസ് കിട്ടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്തി വയ്ക്കുക. മടി കാണിക്കാതെ, കുശുമ്പ് കാണിക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക, കാരണം അവരും രക്ഷപ്പെടട്ടെ. ഓക്കെ, താങ്ക് യു വെരി മച്ച് വൺസ് അഗെയിൻ. ഓക്കെ.